ഹലോ ഗൈസ്, നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. ഞാനിവിടെ ഹാപ്പി ആയിട്ടിരിക്കുന്നു. അപ്പോൾ വിസ്മയ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്നൊരു ചെറിയ മിനി ബ്ലോഗാണ് കേട്ടോ. അപ്പോൾ ഗൈസ്, മരുഭൂമിയിൽ ഞാൻ നട്ടുവളർത്തിയ റോസാ ചെടിയിൽ ഇന്ന് ഒരുപാട് പൂക്കൾ വിരിഞ്ഞു കേട്ടോ. അതിൻ്റെ ചെറിയ മനോഹരമായ ഒരു കാഴ്ചകൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഈ ഒരു ചെറിയ ബ്ലോഗ്. ഗൈസ്, ഇത് എൻ്റെ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിൽ ഞാൻ നട്ടുവളർത്തിയ റോസാ ചെടിയാണ് കേട്ടോ. അതിൽ ഇന്ന് ഒരുപാട് റോസാപ്പൂക്കൾ വിരിഞ്ഞിട്ടുണ്ട്. അതിൽ മനോഹരമായ കാഴ്ചകൾ നിങ്ങളെ കാണിക്കാമെന്ന് കരുതി എടുത്ത വീഡിയോ ആണ് കേട്ടോ. അതെ ഗൈസ്, ഒരു പൂ ചോദിച്ചപ്പോൾ ഒരു പൂക്കാലം തന്നു എന്ന് പറയുന്ന പോലെ ഇന്ന് എൻ്റെ റോസാ ചെടിയിൽ ഒരുപാട് റോസുകൾ വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഈ മരുഭൂമിയിൽ ഒരിടത്തും നിങ്ങൾക്ക് പച്ചപ്പ് കാണാൻ കഴിയില്ല കേട്ടോ. ഈ റോസാ ചെടി ഞാൻ ഇവിടുത്തെ ലുല്ലു മാളിൽ നിന്ന് പർച്ചേസ് ചെയ്ത് കൊണ്ടുവന്ന് നട്ടതാണ് കേട്ടോ. എന്നും രാവിലെ ഞാൻ അതിനെ വെള്ളമൊഴിച്ച് കൊടുക്കും, പിന്നെ നല്ല വളങ്ങൾ കൊടുക്കും. അതിനെ ഒരു കുഞ്ഞിനെ സംരക്ഷിക്കുന്ന പോലെ ഞാൻ അതിനെ സംരക്ഷിച്ചു കേട്ടോ. അപ്പോൾ ഒരു ദിവസം അതെനിക്ക് മനോഹരമായ കണ്ണിനെ വർണ്ണമനോഹരമാക്കുന്ന രീതിയിലുള്ള ഒരു വസന്തകാലം അതെനിക്ക് സമ്മാനിച്ചു. അതിൻ്റെ കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ണിനെ കുളിർമപ്പെടുത്തുന്ന മനോഹരമായ കാഴ്ചകൾ എനിക്ക് സമ്മാനിച്ചുകൊണ്ട് ഒരു മൊഞ്ചത്തിയെ പോലെ എൻ്റെ റോസാ ചെടിയിൽ വിരിഞ്ഞ റോസാപ്പൂക്കൾ അങ്ങനെ നിൽക്കുന്ന കാഴ്ച. ഇതെൻ്റെ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിലുള്ള പൂന്തോട്ടത്തിലെ കാഴ്ചകളാണ് കേട്ടോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വേറെയും ചെടികളുണ്ട്, പൂക്കളുണ്ട്. പക്ഷേ ഈ റോസമ്മ ഇത് എനിക്ക് മാത്രം തന്ന വസന്തകാലമാണ് കേട്ടോ. ഇത് എനിക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. കാരണം ഇത് ഞാൻ നട്ടുവളർത്തിയ റോസാ ചെടിയാണ്. നമ്മൾ നട്ടുവളർത്തി പരിരക്ഷിച്ച് പരിപാലിച്ചു പോകുന്ന ചെടികളുണ്ടല്ലോ, അവ നമുക്കായിട്ട് നല്ല വസന്തകാലം വിരിയിച്ചു തരുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു അനുഭൂതി ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. നമ്മൾ നട്ടുവളർത്തി പരിപാലിച്ച് സംരക്ഷിച്ചു പോകുന്ന ചെടികളിൽ പൂക്കൾ വിരിയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു അനുഭൂതി അത് പറഞ്ഞറിയിപ്പിക്കാൻ കഴിയില്ല ഗൈസ്. കാറ്റത്തങ്ങനെ ആടി ഉലഞ്ഞ് വസന്തം പരത്തി റോസമ്മ അങ്ങനെ അതീവ സുന്ദരിയായിട്ട് നിൽക്കുന്ന കാണാൻ എന്ത് മനോഹരമായ കാഴ്ചയാണെന്നറിയാമോ ഗൈസ്. ഈ റോസമ്മയില്ലേ, ഇവള് എൻ്റെ ഒരു ഫ്രണ്ടാണ് കേട്ടോ. ഇപ്പോൾ മരുഭൂമിയിൽ എനിക്ക് കഥ പറയാനും സംസാരിക്കാനും ഒരു പൂ ചോദിച്ചാൽ ഒരു പൂക്കാലം തന്നെ തരുന്നവളാണ് ഈ റോസമ്മ. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ.